നമസ്കാരം, ഞാൻ കിരൺ എസ് പിള്ളെ, കോവളം നിയോജക മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഇന്ന് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ബാലൻസ് ഓഫ് ട്രേഡ് നമ്മുടെ ഏറ്റവും കുറഞ്ഞ സ്ഥിതിയിലാണ്. അമിതമായിട്ടുള്ള ഇമ്പോർട്ടുകളും വളരെ തുച്ഛമായിട്ടുള്ള എക്സ്പോർട്ടുകളും. കോവളം നിയോജക മണ്ഡലത്തിലാണ് വിഴിഞ്ഞം പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇത് ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ഉന്നതമായ പോർട്ടുകളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു കോറിഡോർ ഉണ്ട്, ഒരു ട്രേഡ് കോറിഡോർ. അത് ഇന്ത്യൻ ഓഷ്യൻ കോറിഡോർ എന്ന് പറയും. അതിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ വടക്കോട്ട് മാത്രമാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് നിൽക്കുന്നത്. എന്നിരുന്നാലും അവിടെ ഇന്ന് സംഭവിക്കുന്ന ട്രാൻസ് ഷിപ്മെൻ്റ് ആണ്. അതായത് കടലിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ അവിടെ വന്ന് നങ്കൂരമിടുകയും അവിടെ നിന്നുള്ള കണ്ടെയ്നർ ഇറക്കി വയ്ക്കുകയും വലിയ കപ്പലുകൾ അത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. പക്ഷെ അതുകൊണ്ട് കേരളത്തിന് നമ്മുടെ കരയിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് എക്സ്പോർട്ടൊന്നും നടക്കുന്നില്ല. അത് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? ആദ്യമായി വിഴിഞ്ഞം പോർട്ടിലേക്ക് കരയിൽ നിന്നുള്ള കാര്യങ്ങൾ വരാനുള്ള റോഡും അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാക്കണം. അവിടെ കണ്ടെയ്നറുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ ആൾക്കാർക്ക് നിൽക്കാൻ പാർപ്പിടമുണ്ടോ, അവിടെ കഴിക്കാൻ റെസ്റ്റോറൻറ്റുകളുണ്ടോ, അവിടെ നിൽക്കാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളുണ്ടോ, അതാദ്യം ഡെവലപ്പ് ചെയ്യണം. അത് കഴിഞ്ഞാൽ നമ്മുടെ മത്സ്യബന്ധനമുണ്ട്. നമ്മുടെ ഏറ്റവും നല്ല മത്സ്യമാണ് ലോകത്തിലേക്ക് വെച്ച് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മുടെ ക്രസ്റ്റേഷ്യൻ, അതായത് നമ്മുടെ ഷ്രിമ്പുകൾ, നമ്മുടെ കൊഞ്ച്, കക്ക തുടങ്ങിയവ ആയിക്കോട്ടെ, നമ്മുടെ കായൽ മത്സ്യങ്ങളായിക്കോട്ടെ, ഇവയ്ക്കൊക്കെ എക്സ്പോർട്ട് മാർക്കറ്റിൽ വലിയ വിലയാണ് കിട്ടുന്നത്. ഇവ നമ്മൾ ലോക്കലായിട്ട് തന്നെ വിൽക്കുകയും അധികം ആൾക്കാർക്ക് ഇത് ഗുണം കിട്ടാതെ വരുമ്പോൾ വരുമാനം കുറഞ്ഞു വരുന്നു. എങ്ങനെ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് നമുക്ക് കൊണ്ടുവരാം? അതിനുവേണ്ടി ടെക്നോളജി കൊണ്ടുവരണം, ലോജിസ്റ്റിക്സ് കൊണ്ടുവരണം, മാനേജ്മെൻറ്റ് കൊണ്ടുവരണം. അതിനായിട്ടുള്ള സ്കീമുകളുണ്ട്. ലോജിസ്റ്റിക്സ് സ്കീമുകൾ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, കേരള സർക്കാരിൻ്റെ ഉണ്ട്. എക്സ്പോർട്ട് പോളിസി 2031 ഇന്നത്തെ സർക്കാർ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ കൃത്യമായി ഉപയോഗിക്കാം? ഇതെല്ലാം ഒരു MLA ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് കൃത്യമായ പദ്ധതികളോട് കൂടി നല്ലൊരു ടീമിനെ വെച്ച് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. പോരാത്തതിന് ബാലരാമപുരം കൈത്തറി കോവളത്തിൻ്റെ ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. ഫാബ് ഇന്ത്യ ഗുജറാത്തിൽ നിന്നും വലിയ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞു. എന്നിരുന്നാലും ഫാബ് ഇന്ത്യയുടെ ഒരു മാർക്കറ്റ് ബാലരാമപുരം കൈത്തറിക്കില്ല. ബാലരാമപുരം കൈത്തറി ഫാബ് ഇന്ത്യയുടെ അത്ര തന്നെയോ അതിന് മീതെയോ ക്വാളിറ്റിയുള്ള ഒരു കൈത്തറിയാണ്. എന്തുകൊണ്ട് ഇതിന് എക്സ്പോർട്ട് ക്വാളിറ്റി ഇല്ല? ഇത്തരത്തിലുള്ള പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ, അവിടെയുള്ള ചക്ക, മാമ്പഴം, ചാമ്പയ്ക്ക, ഇതുപോലുള്ള കാര്യങ്ങൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ കോവളത്തിൽ വളരെ നന്നായി വളരുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ജാം, സ്ക്വാഷ് അല്ലെങ്കിൽ അച്ചാറുകൾ ഇവയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗവൺമെൻറ് സ്പോൺസർഡ് ആയിട്ടൊരു മുന്തിയ ബ്രാൻഡ് കോവളത്തിൽ നിന്ന് വരുന്നില്ല? ഇവയെല്ലാം വന്നാൽ എക്സ്പോർട്സ് ഉണ്ടാകും, ജോലികളുണ്ടാകും, വരുമാനമുണ്ടാകും, വികസനമുണ്ടാകും. ഇവയെല്ലാം ഒരു MLA എന്ന നിലയിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ കോവളത്തിന് വേണ്ടി ചെയ്യുന്നതാവും. ഇത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം, ഞാൻ കിരൺ എസ് പിള്ളെ.